പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് ആദത്തോട് പറഞ്ഞു, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ മടങ്ങും. 2026 ഫെബ്രുവരി 18-ാം തീയതി വീണ്ടും നമ്മൾ നോമ്പുകാല യാത്ര ആരംഭിക്കുകയാണ്. കൃപയുടെ, പ്രായശ്ചിത്തത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, നവീകരണത്തിൻ്റെ ഒരു കാലഘട്ടം. ബഹുമാനപ്പെട്ട വൈദികൻ നമ്മുടെ നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് അരുൾ ചെയ്യും, മനുഷ്യ നീ ഓർമ്മിക്കുക, നീ പൊടിയായതിനാൽ പൊടിയിലേക്ക് മടങ്ങും എന്നോ, അനുതപിക്കുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നോ. നെറ്റിത്തടത്തിൽ ചാരം പൂശുക, അത് യഹൂദ പാരമ്പര്യവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഉദാഹരണത്തിന് ജോബിൻ്റെ പുസ്തകം 46-ാം അധ്യായം 2-ാം വാക്യം, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം, ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി ഞാൻ പ്രാർത്ഥിക്കും. എസ്തറിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, യഹൂദജനം മുഴുവൻ നശിക്കാതിരിക്കാൻ അവൾ തൻ്റെ ആഡംബര വസ്ത്രങ്ങൾ മുഴുവനും ഉപേക്ഷിച്ച് ചാരം കൊണ്ടും ചാണകം കൊണ്ടും തലമൂടി അത്യധികം എളിമപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും നവീകരണത്തിൻ്റെയും കാലഘട്ടമാണ് നോമ്പുകാലം. എല്ലാ വർഷവും നമ്മൾ വായിക്കുന്നത് 2 വായനകളാണ്. ഒന്ന്, ജോയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 18 വരെ, നിന്റെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്നുള്ള വലിയ ആഹ്വാനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കാണുന്നതാകരുത്. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മാത്രം കാണാനായിട്ട് നിങ്ങൾ കതകടച്ച് പിതാവുമായിട്ട് സംഭാഷണം ചെയ്യുക. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വിരൂപമാക്കരുത്. നിങ്ങൾ മുഖം കഴുകി മറ്റുള്ളവർ കാണാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കുള്ള പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടത് കൈ എന്ത് ചെയ്തെന്ന് വലത് കൈ അറിയാതിരിക്കട്ടെ. എന്തിനാണ് എല്ലാ വർഷവും നോമ്പുകാലം ഇങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നത്, അനുസ്മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആണ് എന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും അടുത്ത രീതിയിൽ ആണോ അല്ലയോ എന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് വിളിക്കപ്പെട്ട നമുക്ക് ദൈവത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നതും അത് വ്യക്തിപരമായിരിക്കാൻ വേണ്ടി ഈ നോമ്പുകാലത്ത് നമുക്ക് ശ്രമിക്കാം. വ്യക്തിപരമായ പ്രാർത്ഥന, വ്യക്തിപരമായ ഉപവാസം, വ്യക്തിപരമായിട്ടുള്ള ദാനധർമ്മം, വ്യക്തിപരമായിട്ടുള്ള നവീകരണം, അത് ഞാനും എൻ്റെ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിലേക്ക് എന്നെ സഹായിക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.